നഖം കടിക്കുന്ന ശീലം കുട്ടികളിലാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഇതൊരു ബിഹേവിയർ ഡിസോർഡർ ആണ്. ടെൻഷൻ ഉണ്ടാകുമ്പോഴും ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് അമിതമായി ചിന്തിക്കുമ്പോഴും ചിലർ നഖം കടിക്കാറുണ്ട്. ആകാംക്ഷ, മാനസിക സമ്മർദ്ദം, ടെൻഷൻ, ആശയക്കുഴപ്പം, മടുപ്പ്, വിരസത തുടങ്ങിയവയൊക്കെ ഈ നഖം കടി ശീലത്തിലേക്ക് നയിക്കാറുണ്ട്. നഖം കടിക്കുന്നത് സാധാരണ ഒരു പ്രശ്നമല്ലേ എന്നായിരിക്കും പലരും ചിന്തിക്കുന്നത്. ഇതൊരു ശീലമായി തുടർന്നാലാണ് പല പ്രത്യാഘാതങ്ങളും ഉണ്ടാകുന്നത്. ഉള്ളം കയ്യിലുള്ളതിനേക്കാൾ 2 ഇരട്ടി അഴുക്കാണ് നഖത്തിനുള്ളിൽ ഉണ്ടാകുന്നത്. നഖം കടിക്കുന്നതിലൂടെ ഈ അഴുക്ക് നഖത്തിനുള്ളിലെ ബാക്ടീരിയകളും വയറ്റിനുള്ളിലെത്തുകയും അത് മറ്റ് പല രോഗങ്ങൾക്ക് നയിക്കുകയും ചെയ്യുന്നതാണ്. നിരന്തരം നഖം കടിക്കുന്നത് നഖത്തിൻ്റെ ഷേപ്പ് നഷ്ടപ്പെടാനും വിരലിൻ്റെ ഭംഗി നഷ്ടപ്പെടാനും കാരണമാവുന്നതാണ്. പല്ല് ഉപയോഗിച്ച് നഖത്തിൻ്റെ അഗ്രഭാഗം സ്ഥിരമായി കടിക്കുന്നത് പല്ലിൻ്റെ നിര തകരാറിലാവാനും കാരണമാവുന്നതാണ്. നഖം കടിക്കുന്നതിലൂടെ നഖത്തിന് ചുറ്റുമുള്ള കോശങ്ങൾ നശിക്കാനും അതുവഴി അണുബാധ ഉണ്ടാവാനും സാധ്യതയുണ്ട്. നഖം കടിക്കുന്ന ശീലമുള്ള ആളുകൾ നെഗറ്റീവ് ചിന്താധികാരാണെന്നാണ് മനഃശാസ്ത്രം പറയുന്നത്. സ്ഥലമോ സമയമോ നോക്കാതെ നഖം കടിക്കുന്ന ശീലമാക്കിയവർ സ്വന്തം വ്യക്തിത്വത്തിൻ്റെ ഇമേജ് തന്നെയാണ് നശിപ്പിക്കുന്നത്. ഇത്തരക്കാർക്ക് മനോധൈര്യം വളരെ കുറവായിരിക്കുമെന്നും പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ഇത്തരക്കാർ സ്വന്തം ബോധമനസ്സിൻ്റെ പ്രവർത്തനമായിട്ടല്ല നഖം കടിക്കുന്നതെങ്കിലും ചിന്തിക്കുമ്പോഴോ സമ്മർദ്ദത്തിലാവുമ്പോഴോ മനസ്സറിയാതെ കൈ വായിലേക്ക് കൊണ്ടുപോകുന്നതാണ് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നത്. ഉപബോധ മനസ്സിൽ നിന്നാണ് ഇത്തരം ശീലങ്ങൾ ഉണ്ടാകുന്നതെന്നതിനാൽ ശീലം ഉപേക്ഷിക്കുക എന്നത് കുറച്ച് പ്രയാസം കൂടിയാണ്. ഈ ശീലം നിർത്താനായി നഖങ്ങളിൽ നെയിൽ പോളിഷോ ഇഷ്ടമില്ലാത്ത രുചികൾ പുരട്ടുകയോ ചെയ്യാവുന്നതാണ്. കുട്ടികളാണ് ഈ ശീലം വളരെ കൂടുതലായിട്ടുള്ളതെങ്കിൽ പാവയ്ക്ക നീര്, ആവണക്കെണ്ണ, ആര്യവേപ്പ് തുടങ്ങിയവയൊക്കെ പുരട്ടിയാൽ ഒരു വിധത്തിൽ ഈ ശീലത്തെ മാറ്റി നിർത്താവുന്നതാണ്. മുതിർന്നവരിലാണ് ഈ ശീലം നിയന്ത്രിക്കാൻ സാധിക്കാത്ത വിധത്തിൽ ശക്തി പ്രാപിച്ചിരിക്കുന്നതെങ്കിൽ ചെറിയ ബാൻഡേജുകൾ കെട്ടി ആശ്വാസം കണ്ടെത്താവുന്നതാണ്. മുതിർന്നവരിലാണ് ഈ ശീലം സ്വയം നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലുണ്ട് എന്നെങ്കിൽ അവരതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതാണ് ഉത്തമം. നഖം കടിക്കുന്നത് ഒരു ബിഹേവിയറൽ ഡിസോർഡർ ആയതുകൊണ്ട് മുതിർന്നവരിൽ അത് മാറ്റിയെടുക്കുക എന്നത് വളരെ സമഗ്രമാണ്. എല്ലാത്തിനും ഉപരി നഖം കടിക്കാൻ തോന്നുന്ന വേളയിൽ ബോധപൂർവം നിയന്ത്രിക്കാൻ ശ്രമിക്കുക എന്നതാണ് ഏറ്റവും ഉത്തമം. കുട്ടിയിൽ കണ്ടുവരുന്ന ഈ നഖം കടി ശീലം അവരുടെ ഒരു ബിഹേവിയർ ഡിസോർഡർ ആയതുകൊണ്ട് അതിന് മാറ്റാൻ പറ്റാത്ത വിധത്തിൽ കൂടുതലായിട്ട് കുട്ടികളിൽ ഉണ്ടെങ്കിൽ കൂടി അതിന് വേണ്ട ചികിത്സ ഇന്ന് ലഭ്യമാണ്.